ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് മുന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ യൂട്യൂബ് അതുപോലെ ടിക്ടോക്കിലൊക്കെ നമ്മൾ കണ്ടൊരു വീഡിയോ ഉണ്ട്. നമ്മളൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ, അത് ഇംഗ്ലീഷുകാരുടെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് അത് വർക്കിംഗ് ആണോ അല്ലെന്ന് നോക്കാം. നമ്മൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രത്യേക സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്കൊരു ഫോർക്ക് വെക്കുമ്പോൾ ആ ഒരു ഫോർക്ക് നമ്മൾ വളഞ്ഞു പോകുന്നൊരു വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും. പലരും അത് ഫേക്കാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സംഭവം ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലാസ്സിലൊരു 3/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്രയും ഉപ്പ് ചേർക്കുകയാണ്. ഒരു കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കിനി നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മളിതൊരു ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബാറ്ററി നമ്മളിതൊരു കോഴിമുട്ടയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊരുതിയതിന് ശേഷം ഇതിലേക്ക് ഇടണം. ഓക്കെ, അപ്പോൾ അത്ര മതി. നമ്മൾ ഇതിലേക്ക് മെല്ലെ ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് ഇറക്കി കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർക്കിൽ ഇട്ടൊക്കെയാണ് കണ്ടോ. ഫോർക്കിന് ഒന്നും പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഫോർക്കിനൊന്നും പറ്റിയിട്ടില്ല. ഇതിപ്പോൾ ഈ വെള്ളത്തിലാവുകൊണ്ട് കേട്ടോ ഈ ഒരു വലിപ്പ വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നത് കണ്ടോ. ഫോർക്കിനൊന്നും പറ്റിയിട്ടില്ല. സംഭവം പക്കാ ഫേക്കായൊരു വീഡിയോ ആണിത്. ഇംഗ്ലീഷുകാരൊക്കെ സംഭവം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എഡിറ്റിങ്ങിലൂടെയാണ് ഈ ഒരു സംഭവം ഇങ്ങനെ വളഞ്ഞതായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കൊണ്ടുപോയി കാണിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മൂഞ്ചേണ്ടി വരും. അപ്പോൾ നമ്മളെങ്ങനെ ഇത് എഡിറ്റ് ചെയ്തതെന്ന് നമ്മളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിലിട്ട് ഈ ഒരു ബാറ്ററിയും അതുപോലെ ഉപ്പും മാത്രം ഉണ്ടായാലൊന്നും ഒരിക്കലും ഇതുപോലുള്ളൊരു സ്റ്റീലിൻ്റെ ഫോർക്കൊന്നും, ഇത്രയും സ്ട്രോങ് ആയ ഒരു സ്റ്റീലിൻ്റെ ഫോർക്കൊന്നും ഒരിക്കലും വളയില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് നമ്മളെങ്ങനെ എഡിറ്റ് ചെയ്തെന്ന് കണ്ടുതരാം. അപ്പോൾ നമ്മളിത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് കൈൻ മാസ്റ്റർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് എഡിറ്റ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിരുന്നില്ല. കാരണം നമ്മളിതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാൻ മാത്രമായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. പിന്നെ ഇതെങ്ങനെ ചെയ്തതെന്ന് സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കൈൻ മാസ്റ്ററിൽ മീഡിയയിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളെ ഫസ്റ്റ് ക്ലിപ്പ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോർക്ക് വളയാതെ ക്ലാസ്സിലേക്ക് ഇറക്കുന്നൊരു ക്ലിപ്പാണിത്. ഇതുണ്ടോ, വളയാത്ത ഫോർക്ക് നമ്മൾ ക്ലാസ്സിലേക്ക് ഇറങ്ങുന്നൊരു ക്ലിപ്പാണിത്. ഓക്കെ, ഇനി നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമുക്കൊന്ന് ഇതുപോലെ വലിച്ചിട്ടേക്കാം. ഇനി നമ്മൾ ലെയറിൽ കയറിയതിന് ശേഷം ഒരു ക്ലിപ്പ് കൂടി ആഡ് ചെയ്യാണ്. ഈ ക്ലിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഈ ഒരു ഫോർക്ക് വളയുന്ന ക്ലിപ്പാണ്. വളഞ്ഞതിന് ശേഷം ഈ ഒരു ക്ലാസ്സിലേക്ക് ഇറക്കുന്ന ക്ലിപ്പ്. ഇത് നമ്മളിതാ ഇതുപോലെ ഫില്ല് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു സ്ക്രീനിൽ ഫില്ലാക്കി വെക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റായിരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ആഡ് ചെയ്ത് ഈ ഒരു ലെയറിൽ കണ്ടോ, ഈ ഒരു ഫോർക്കിൻ്റെ ഈ ഒരു തലഭാഗം മാത്രം ഇറങ്ങുന്ന ഈ ഒരു ഭാഗം വരെ നമുക്ക് മതി. ബാക്കി നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇനി നമ്മൾ ലെയറായിട്ട് ആഡ് ചെയ്ത ആ ഒരു ക്ലിപ്പ് കണ്ടോ, ഇതുപോലെ വലിച്ച് ഈ ഫസ്റ്റ് ക്ലിപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇതിൽ ഈ ഒരു ഓപ്ഷനിൽ കാണാം ഇതുപോലൊരു സംഭവം കണ്ടോ. ഇതിൻ്റെ ഈ ഒരു വെള്ളം നിൽക്കുന്ന ആ ഒരു ഭാഗം വരെ നമുക്ക് മതി. ഈ ഒരു ലെയറിൽ നിന്ന് മേൽഭാഗം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് പ്ലേ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അടിഭാഗത്തെ ഗ്ലാസ്സിൽ ഫോർക്ക് ഇറങ്ങി വരുന്നത് കാണില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ലെയറായിട്ട് ആഡ് ചെയ്ത ക്ലിപ്പ് ഒരു ലേശം സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇറങ്ങി വരുന്ന ആ ഒരു പോർഷൻ ഉള്ളത്.
ആ ഒരു ഭാഗം നമുക്ക് ഇങ്ങോട്ട് വലിച്ചു വെക്കണം. നമ്മളിതുപോലെ ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ഉണ്ടോ ഇപ്പോൾ ആ ഒരു ഭാഗം അവിടെ ഇത് നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കണം. ഓക്കെ, നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് കാണാം ഉണ്ടോ ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു മേൽഭാഗത്ത് ഈ ഒരു വൈറ്റ് കളറ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു ലെയറായിട്ട് ഇട്ട ക്ലിപ്പ് നമ്മളിവിടെ കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ക്ലിപ്പിൽ നമ്മളിതൊന്ന് ഫില്ലാക്കി ഇടുകയാണ്. ഈ ഒരു ക്ലിപ്പ് നമ്മൾ ഫില്ലാക്കി ഇതുപോലെ ഇടുകയാണ്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫില്ലാക്കി ഇടാം. ഓക്കെ, ഇനി പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടും. ഇതിലിപ്പോൾ ചെറുതായിട്ട് ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ നമ്മളിത് ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ട് തന്നെ ഈ 2 വീഡിയോസ് എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ഫേക്ക് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്നുള്ളത്. എല്ലാവർക്കും ഇത് ഒറ്റ മോഡൽ തന്നെ കണ്ടാൽ മനസ്സിലാവാനുള്ളൂ. എന്നാലും നമ്മളിത് ഒരുപാട് പ്ലാറ്റ്ഫോമിൽ കണ്ടല്ലോ, ഇത് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലും ഒക്കെ നമ്മളിത് വൈറലായി ഒരുപാട് പേര് ഇത് റിയലാണെന്നും പറഞ്ഞ് ചെയ്തൊരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കിയത്. എന്തായാലും ഇതൊരു പക്ക ഫേക്ക് ആയിട്ടൊരു വീഡിയോ ആണ്. ഇത് വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു കാര്യമൊന്നുമില്ല, സംഭവം ഇത് വർക്കിംഗ് ഒന്നുമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.